ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ PG ഇലക്ട്രോപ്ലാസ്റ്റ് ഓഹരികൾ കഴിഞ്ഞ 2 സെഷനുകളായി വലിയ വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിടുന്നത്. ഇന്നും ആദ്യ മിനിറ്റുകളിൽ ലോവർ സർക്യൂട്ടിലെത്തുന്ന സാഹചര്യമുണ്ടായി. വെള്ളിയാഴ്ച ഓഹരിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച ഒറ്റ സെഷനിൽ മാത്രം 23% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. എന്താണ് ഓഹരികൾക്ക് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം റിസൾട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാനേജ്മെന്റ് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ ഓഹരിക്ക് തിരിച്ചടിയാകുന്നത്. ഈ വർഷം അത്ര വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത്. വരുമാനം മാത്രമല്ല, ലാഭവും ഈ വർഷം കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ കുറവായിരിക്കുമെന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലാഭവും വരുമാനവും ഒക്കെ കുറയുമെന്ന് കമ്പനി കണക്കാക്കുന്നതെന്ന് നോക്കാം. ഇത്തവണ ജൂൺ പാദത്തിൽ തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഓഹരിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം ജൂൺ പാദത്തിൽ ലാഭം വാർഷികാടിസ്ഥാനത്തിൽ 20% ഇടിഞ്ഞിട്ടുണ്ട്. മാർച്ച് പാദം വെച്ച് നോക്കുകയാണെങ്കിൽ 54% കുറവാണ് ലാഭത്തിലുണ്ടായത്. വരുമാനം കഴിഞ്ഞ വർഷത്തെ ജൂൺ പാദം വെച്ച് നോക്കുമ്പോൾ 14% വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മാർച്ച് പാദം വെച്ച് നോക്കുമ്പോൾ 21% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് കമ്പനി ഇപ്പോൾ നേരിടുന്ന പ്രശ്നം? ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് കമ്പനി പ്രധാനമായും നടത്തുന്നതെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മോൾഡിംഗ് സേവനവും ചെയ്യുന്നുണ്ട്. വിവിധ ബ്രാൻഡുകൾക്കാണ് കമ്പനി തങ്ങളുടെ ഉൽപ്പന്നവും സേവനവും നൽകുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക് കൺസ്യൂമർ മേഖലയിൽ ഡിമാൻഡിൽ വലിയ കുറവാണ് കമ്പനികൾ നേരിടുന്നത്. ഉദാഹരണത്തിന് കാലവർഷം തുടങ്ങിയത് AC-യുടെ ഡിമാൻഡിൽ കാര്യമായി പ്രതിഫലിച്ചിരുന്നു. ഇതോടെ കമ്പനികളുടെ കീഴിൽ ഇൻവെന്ററി ക്രമാതീതമായി വർദ്ധിച്ചു. ഉൽപ്പന്നങ്ങൾ വിറ്റുപോകാത്തതുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾക്കുള്ള ഓർഡറുകൾ കുറഞ്ഞു. ഇത് കമ്പനിയെ കാര്യമായി തന്നെ ബാധിച്ചു. ഈ പ്രതിസന്ധി ഇപ്പോഴും തുടർന്ന് തന്നെയാണ് കമ്പനിക്ക് കൂടുതൽ വെല്ലുവിളിയാകുന്നത്. മാനേജ്മെന്റ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഈ വർഷം PG ഗ്രൂപ്പിന്റെ വരുമാനത്തിൽ 17 മുതൽ 19% വളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഇതിനു മുൻപ് 30% വളർച്ച കൈവരിച്ചേക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഇത്രയും കുറഞ്ഞ അനുമാനം പങ്കുവെക്കുന്നത്. ലാഭം നോക്കാം. ഈ വർഷം 3 മുതൽ 7% ലാഭ വളർച്ച ഉണ്ടാകുമെന്നാണ് കമ്പനി ഇപ്പോൾ കണക്കാക്കുന്നത്. എന്നാൽ 40% ഉണ്ടാകുമെന്ന് മുൻപ് പറഞ്ഞിരുന്നു. കമ്പനിയുടെ മാത്രം ബിസിനസ് വരുമാനത്തിൽ 17 മുതൽ 21% വളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും കണക്കാക്കുന്നുണ്ട്. ദീർഘകാലത്തേക്ക് ഈ പ്രശ്നം തുടരില്ല എന്നുള്ളതിനാൽ ഭാവിയിൽ വളർച്ചാ സാധ്യത ഉണ്ട് എന്ന് മാനേജ്മെന്റ് ഓർമ്മിപ്പിക്കുന്നു. ബിസിനസ്സിൽ അത്ര മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ 700 മുതൽ 750 കോടി രൂപയുടെ നിക്ഷേപം മാത്രമേ വിപുലീകരണത്തിനായി നിക്ഷേപിക്കൂ എന്നും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടർ വികാസ് ഗുപ്ത CNBC TV18 നൽകിയ അഭിമുഖത്തിൽ കൂടുതൽ വ്യക്തത നൽകിയിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ 310 കോടി രൂപയുടെ ലാഭം റിപ്പോർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ കമ്പനിയുടെ ദീർഘകാല വളർച്ചയെ ബാധിക്കുന്നില്ല. ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും സ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ടാകും. നവംബർ മുതൽക്ക് പ്രൊഡക്ഷൻ കൂടുതൽ വർദ്ധിക്കുമെന്ന് കണക്കാക്കുന്നു. ഫാക്ടറികളിൽ നിന്നുള്ള ഇൻവെന്ററി ഇപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഇത് കമ്പനിയുടെ ബിസിനസ്സിൽ നെഗറ്റീവായി ബാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസംബറിൽ കമ്പനി QIP വഴി 1500 കോടി രൂപ സമാഹരിച്ചിരുന്നു. ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇതിനു മുൻപുള്ള നൽകിയിട്ടുള്ള ഗൈഡൻസ് അച്ചീവ് ചെയ്യാനും അതിനേക്കാൾ മികച്ച വളർച്ച കൈവരിക്കാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 2027 സാമ്പത്തിക വർഷം കുറെ കൂടെ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ച് ഈ ഇടിവ് ഭയപ്പെടേണ്ടതില്ല എന്നാണ് പൊതുവെയുള്ള അനുമാനം. ഇൻവെന്ററിയിൽ തുടരുന്ന വെല്ലുവിളിയും വർദ്ധിച്ചു വരുന്ന മത്സരവുമാണ് തിരിച്ചടിയാകുന്നത്. എങ്കിലും ഈ മേഖലയിൽ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആയതിനാൽ കമ്പനി നേരിടുന്ന ഈ പ്രതിസന്ധി താൽക്കാലികമാണ്. റിസൾട്ടിന് ശേഷം ഓഹരിയിൽ കവറേജ് നൽകിയ 11 അനലിസ്റ്റുകളിൽ 7 അനലിസ്റ്റുകളും ഓഹരി മുന്നേറുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു അനലിസ്റ്റ് മാത്രമാണ് സെൽ എന്ന ശുപാർശ നൽകിയിട്ടുള്ളത്. പ്രമുഖ ബ്രോക്കറേജായ നുവാമ ഓഹരിയുടെ ടാർഗറ്റ് വില വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഓഹരി 710 രൂപ വരെ എത്തിയേക്കാമെന്നാണ് കരുതുന്നത്. മുൻപ് നൽകിയ ടാർഗറ്റ് വിലയിൽ നിന്നും 35% ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇന്ന് വിപണിയിൽ ആദ്യ മണിക്കൂറിൽ തന്നെ 473 രൂപയിലേക്ക് ഓഹരി തകർന്നിരുന്നു. ഇതോടെ ഓഗസ്റ്റിൽ മാത്രം 38% നഷ്ടമാണ് ഓഹരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 സെഷനുകൾ കൊണ്ട് മാത്രം ഓഹരി 730 രൂപയിൽ നിന്നും 470 രൂപയിലേക്കാണ് ഇടിഞ്ഞത്.